ഹായ്, ഗുഡ് മോർണിംഗ്. ഇൻട്രോഡക്ടറി എക്കണോമിക്സ് അതിലെ മൂന്നാമത്തെ മൊഡ്യൂളായിട്ടുള്ള ട്രേഡ്, അതിലെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത്. കഴിഞ്ഞ ഫസ്റ്റ് ട്രേഡ് എന്ന് പറയുന്ന ഈ മൊഡ്യൂളിലെ ഒന്നാമത്തെ പാർട്ടിനകത്ത് നമ്മൾ എന്താണ് ട്രേഡ് എന്നുള്ളതും അവിടെ ഇൻറ്റേർണൽ ട്രേഡ് എന്താണ്, അതേപോലെ തന്നെ എക്സ്റ്റേണൽ ട്രേഡ് എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അതൊന്ന് റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രേഡ് എന്ന് സിമ്പിളായിട്ട് പറയാം. അതിൽ തന്നെ രണ്ട് തരത്തിലുള്ള ട്രേഡുകളുണ്ട്. ഒന്ന് ഇൻറ്റേർണൽ ട്രേഡാണ്, അടുത്തത് എക്സ്റ്റേണൽ ട്രേഡാണ്. ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ബൗണ്ടറിക്കകത്ത് അല്ലെങ്കിൽ രാജ്യത്തിനകത്ത് മാത്രം നടക്കുന്ന ട്രേഡിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറയാം. അതേപോലെ തന്നെ എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന് പുറത്തേക്കും വ്യാപിപ്പിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തേക്ക് പോകുന്ന ട്രേഡിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായിട്ട് അവിടെ വ്യാപാരം നടത്തുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറയാം. അതായിരുന്നു നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയിരുന്നത്. ഈ എക്സ്റ്റേണൽ ട്രേഡിനെ നമ്മൾ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടാറുണ്ട്, ഇൻ്റർനാഷണൽ ട്രേഡ്. ഈ എക്സ്റ്റേണൽ ട്രേഡ് എന്നുള്ള ടേമിനേക്കാൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത് ഈ ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്ന ടേം തന്നെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇൻ്റർനാഷണൽ ട്രേഡ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ടേംസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്തിനാണ് ഇൻ്റർനാഷണൽ ട്രേഡ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര വ്യാപാരം എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്തിനാണ് എന്നുള്ളതാണ്. ആദ്യമായിട്ട് ആദം സ്മിത്തിൻ്റെ വെൽത്ത് ഓഫ് നാഷൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വർക്കുണ്ട്. ആദം സ്മിത്തിനെ നമുക്കറിയാം, എക്കണോമിക്സിൻ്റെ പിതാവാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ആ ഒരു പുസ്തകത്തിൽ, വെൽത്ത് ഓഫ് നാഷൻ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് അദ്ദേഹം ഈ ഒരു ഇൻ്റർനാഷണൽ ട്രേഡിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അന്താരാഷ്ട്ര വ്യാപാരത്തെ കുറിച്ചിട്ട് പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ആളുകൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് എന്താണ് ഇൻ്റർനാഷണൽ ട്രേഡ്, എന്തിനാണ് ഇൻ്റർനാഷണൽ ട്രേഡ് എന്നുള്ളത്. പ്രധാനമായിട്ടും ആളുകൾ ചോദിച്ചു കൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് ഇൻ്റർനാഷണൽ ട്രേഡ് എന്നുള്ളതാണ്. സാധാരണ ആളുകൾ ചോദിക്കുന്നത് നമ്മുടെ രാജ്യത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ നമ്മുടെ രാജ്യത്ത് തന്നെ വിറ്റ് പോയാൽ പോരെ, എന്തിനാണത് മറ്റു രാജ്യങ്ങളിലേക്ക് വിൽക്കേണ്ട ആവശ്യം, മറ്റു രാജ്യങ്ങളുമായിട്ട് വ്യാപാരം നടത്തേണ്ട ആവശ്യകത എന്താണ് എന്നുള്ളത് അന്ന് തൊട്ടുള്ള കാലഘട്ടം തൊട്ടേ ആളുകൾ ചോദിച്ചു തുടങ്ങിയിരുന്നു. അപ്പോൾ അന്നൊക്കെയുള്ള എക്കണോമിസ്റ്റുകളും അതുപോലെ തന്നെ ഈ പോളിസി മേക്കേഴ്സൊക്കെ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്, ഈ ഇൻ്റർനാഷണൽ ട്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളുകൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ അവിടെയുള്ള ആളുകൾക്ക് വ്യത്യസ്ത സ്കില്ലുകളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സ്കില്ലിനനുസരിച്ച് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ വേൾഡിൽ മൊത്തം അവൈലബിൾ ആക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇൻ്റർനാഷണൽ ട്രേഡ്. അവർ പ്രധാനമായിട്ടും പറഞ്ഞു വെച്ചിരുന്ന ആളുകൾ എന്തിനാണോ വ്യാപാരം നടത്തുന്നത് അതിന് അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ. വ്യക്തികൾ നമ്മൾ സാധാരണ വ്യാപാരം നടത്താറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. അതേ കാരണത്താൽ തന്നെയാണ് രാജ്യങ്ങൾ തമ്മിൽ വ്യാപാരം നടത്തുന്നത് എന്നുള്ളതാണ് അന്നത്തെ എക്കണോമിസ്റ്റുകളൊക്കെ പറഞ്ഞു വെച്ചിരുന്നത്. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ എക്കണോമിസ്റ്റുകളും പറയുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര വ്യാപാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണോ ഒരു സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ വ്യാപാരം ചെയ്യുന്നത് അതേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻ്റർനാഷണൽ ട്രേഡ്, രാജ്യങ്ങൾ തമ്മിലും ട്രേഡ് നടത്തുന്നത്. ഈ ഇൻ്റർനാഷണൽ ട്രേഡ് വരാനുള്ള കാര്യം പല രാജ്യങ്ങൾക്കും പല തരത്തിലുള്ള അഡ്വാൻറ്റേജസ് ആയിരിക്കും ഉണ്ടാവുക. ചില ആളുകൾക്ക് അവിടെ ഒരുപാട് തൊഴിലാളികൾ ലഭ്യമായിരിക്കും, ചില രാജ്യങ്ങൾക്ക് അവിടെ ഒരുപാട് റിസോഴ്സുകൾ ലഭ്യമായിരിക്കും, അതേപോലെ തന്നെ ചില രാജ്യങ്ങൾക്ക് മറ്റു രീതിയിലുള്ള അഡ്വാൻറ്റേജുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ട് ഓരോ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന പ്രോഡക്റ്റുകളും മറ്റു രാജ്യങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന പ്രോഡക്റ്റുകളും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ പ്രോഡക്റ്റ് ഉണ്ടാക്കി അത് മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യും. ഇപ്പോൾ നമുക്കൊക്കെ തന്നെ അറിയാം, നമ്മൾ നോക്കുകയാണെങ്കിൽ പെട്രോളിയം പ്രോഡക്ട്സ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് മിഡിൽ ഈസ്റ്റ് കൺട്രീസിലാണ്. അപ്പോൾ അവിടെയുള്ള രാജ്യങ്ങൾക്ക് അങ്ങനെയുള്ള പെട്രോളിയം പ്രോഡക്ട്സുകൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് അത് മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി എത്തിക്കാം. ഇനി നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂടുതലായിട്ടുള്ള റിസോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ജനങ്ങളെ, ലേബേഴ്സിന് നമുക്ക് ഒരുപാട് ലഭ്യമാണ്. സോ അത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാക്സിമം ചൈനയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാൻ ഫോഴ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് അവൈലബിൾ ആണ്. സോ അത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ധാരാളം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഓരോ രാജ്യത്തിനും എന്തുണ്ട്, വ്യത്യസ്തങ്ങളായിട്ട് അഡ്വാൻറ്റേജുകളുണ്ട്. അപ്പോൾ ആ അഡ്വാൻറ്റേജ് ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മിനിമം കോസ്റ്റിൽ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി അത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യും, അവിടെയുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നിലനിന്നിട്ടുള്ളത്.
200-ലേറെ വർഷങ്ങളായിട്ട് വ്യക്തികൾ വ്യാപാരം ചെയ്യുന്നത്. അതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് രാജ്യങ്ങൾ വ്യാപാരം നടത്തുന്നത് എന്ന് തന്നെയാണ് അന്നുള്ള ആ ഒരു എക്കണോമിസ്റ്റുകളും അതേപോലെ തന്നെ പോളിസി മേക്കേഴ്സൊക്കെ ആളുകളെ പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം ഓരോ രാജ്യത്തിനും ആ ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദഗ്ധ്യം നേടിയാൽ ആ വ്യക്തികളെ പോലെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, പ്രയോജനം നേടാനാകും. കാരണം ഓരോ രാജ്യങ്ങളിലും അവർക്ക് സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ചില പ്രോഡക്റ്റുകൾ മാത്രം സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് അവിടെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുകയും അത് മറ്റു രാജ്യങ്ങളിലേക്ക് അത് കയറ്റുമതി ചെയ്യുകയും ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രോഡക്റ്റിനകത്ത് സ്പെഷ്യലൈസ് ചെയ്ത് നല്ല ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെ ഉണ്ടാക്കാനും അത് മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് പറ്റും. സോ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ എന്ത് ചെയ്യാണ് ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നു. പിന്നെ ചരിത്രപരമായിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ വ്യാപാരം തന്നെയാണ് എല്ലാത്തിൻ്റെയും മെയിനായിട്ടുള്ള ഉറവിടം എന്ന് പറയുന്നത്. അതായത് ഈ വളർച്ചയുടെ ഓരോ രാജ്യത്തിൻ്റെയും വളർച്ച കൗണ്ട് ചെയ്യുന്നത് വ്യാപാരത്തിൻ്റെ ബേസിലാണ്. രാജ്യങ്ങൾക്ക് വ്യാപാരം കൂടുതൽ, എക്സ്പോർട്ട് കൂടുതലും ഇമ്പോർട്ട് കുറവും, അല്ലെങ്കിൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും ധാരാളമായിട്ട് നടക്കുന്ന രാജ്യങ്ങൾക്കാണ് അവിടെ വികസനം ഉണ്ടായിരുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ USA പോലെയുള്ള, ഇംഗ്ലണ്ട് പോലെയുള്ള രാജ്യങ്ങളായിരുന്നു കൂടുതലായിട്ട് എക്സ്പോർട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ അവർ ഇമ്പോർട്ട് ചെയ്ത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവർ തന്നെയായിരുന്നു. അവർ മറ്റു രാജ്യങ്ങളിൽ നിന്ന് റിസോഴ്സുകളൊക്കെ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ മെറ്റീരിയൽസ് കൊണ്ടുവന്ന് അതിനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റാക്കി മറ്റു രാജ്യങ്ങളിലേക്ക് അവർ കയറ്റുമതി ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ഇന്ന് കാണുന്ന നിലയിലേക്ക് അവരൊരു ഡെവലപ്ഡ് കൺട്രീസ് ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് വ്യാപാരം തന്നെയാണ്. ഇങ്ങനെ വ്യാപാരം നടത്തണം അല്ലെങ്കിൽ റിസോഴ്സുകളും മാൻ ഫോഴ്സുകളും ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഇൻ്റർനാഷണൽ ട്രേഡ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതൊക്കെ സാധ്യമാകുള്ളൂ. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു വ്യാപാരം ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ദെൻ ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഫസ്റ്റായിട്ട് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓരോ രാജ്യവും ഇൻ്റർനാഷണൽ ട്രേഡിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ നടത്തണം. എല്ലാത്തരം പ്രൊഡക്ഷനും ഇൻഡസ്ട്രിയൽ ഗുഡ്സും അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഗുഡ്സും മറ്റു തരത്തിലുള്ള ഗുഡ്സുകളൊക്കെ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്വന്തം രാജ്യത്തെ റിസോഴ്സുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സാധ്യമായിക്കോണം എന്നില്ല. അപ്പോൾ ഏത് തരത്തിലുള്ള റിസോഴ്സാണോ നമ്മുടെ അടുത്ത് ഇല്ലാത്തത്, ആ ഇല്ലാത്ത റിസോഴ്സുകൾ നമ്മൾ കൊണ്ടുവരികയും അതിനുശേഷം അത് പ്രോഡക്റ്റുകളാക്കിയിട്ട് മാറ്റി അത് മറ്റു രാജ്യങ്ങളിലേക്ക് അത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, രാജ്യത്ത് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ ട്രേഡ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക അളവുകോലായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓരോ രാജ്യവും അവർ വെൽ ഡെവലപ്ഡ് ആണോ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആണോ അണ്ടർ ഡെവലപ്ഡ് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരുടെ രാജ്യങ്ങളിൽ നിന്നുണ്ടാക്കി പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി അത് പ്രൊഡ്യൂസ് ചെയ്ത് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ടോ, അതോ അവർ ഇറക്കുമതിയെ മാത്രം ആശ്രയിച്ചാണോ നിലനിൽക്കുന്നത് എന്നുള്ളതൊക്കെ അതിൻ്റെ ബേസിലാണ് ഓരോ രാജ്യത്തിൻ്റെയും അവർ എത്രത്തോളം സാമ്പത്തികമായിട്ട് ഉയർച്ചയിലാണ്, വെൽ ഡെവലപ്ഡ് ആണ് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആണ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് ആളുകൾ വിലയിരുത്തുന്ന ഏതിൻ്റെ ബേസിലായിരിക്കും, അളവുകോലായിട്ട് എടുക്കുന്നത് ഈ ഒരു ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ബേസിലായിരിക്കും. മറ്റു രാജ്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ബേസിലായിരിക്കും. മറ്റു രാജ്യങ്ങൾ ഇപ്പോൾ ഒരു രാജ്യത്ത് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മളൊക്കെ പറയാറുണ്ട് ജപ്പാനിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റുകളൊക്കെ നല്ല പ്രോഡക്റ്റുകളാണ്. അപ്പോൾ നമ്മൾ അവരെക്കുറിച്ച് വിലയിരുത്തുന്നത് അവിടെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് ഉണ്ടാക്കുന്നത്, ആ രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ വിലയിരുത്തുന്നുണ്ടാവുക. അപ്പോൾ ആളുകൾ ഓരോ കൺട്രീസിനെയും അവരുടെ എക്കണോമിക് കൺസെപ്റ്റിന് അല്ലെങ്കിൽ എക്കണോമിക് സിറ്റുവേഷനെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു അവരുടെ പ്രോഡക്റ്റുകൾ നോക്കിയിട്ട് അല്ലെങ്കിൽ അവരുടെ അടുത്തുനിന്ന് കിട്ടുന്ന പ്രോഡക്റ്റുകൾ നോക്കിയിട്ട് വിലയിരുത്താറുണ്ട്. സോ അവിടെ ഇൻ്റർനാഷണൽ ട്രേഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു അളവുകോൽ അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഓരോ രാജ്യവും ഈ ഇൻ്റർനാഷണൽ ട്രേഡ് നടത്തുന്ന സമയത്ത് അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ, ഇൻഫർമേഷൻസും നോളജും. അവർക്ക് അറിയാവുന്ന, ഇപ്പോൾ ഒരു രാജ്യത്തിന് അറിയാവുന്ന അറിവുകളും അതുപോലെ തന്നെ അവരുടെ നോളജുകളും ദെൻ അവരുടെ സ്കില്ലുകളൊക്കെ മറ്റു രാജ്യങ്ങൾക്ക് അവർ കൈമാറ്റം ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ എക്സ്പോർട്ട് ചെയ്യുന്ന ചില സമയത്ത് ലേബേഴ്സിനെ എക്സ്പോർട്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ മെഷീനറീസ് എക്സ്പോർട്ട് ചെയ്യാറുണ്ട്. ഇതൊക്കെ ഒരു രാജ്യത്തിനുണ്ടാവുന്ന അവരുടെ അറിവുകൾ എന്ത് ചെയ്യാണ് മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ടും ഇൻ്റർനാഷണൽ ട്രേഡിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഈ ലേബേഴ്സിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതൊക്കെ
ഇതിൻ്റെ ബേസിലാണ്. സോ അറിവും അതുപോലെ തന്നെ സ്കില്ലും നോളജും എല്ലാം ഇൻഫർമേഷൻ ആൻഡ് നോളജ് ആൻഡ് സ്കിൽ, ഈ 3 കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്, ഇൻ്റർനാഷണൽ ട്രേഡ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു അസംസ്കൃത വസ്തു അല്ലെങ്കിൽ ഒരു റോ മെറ്റീരിയൽ അബണ്ടൻ്റ് ആണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ എക്സസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കത് നമ്മുടെ രാജ്യത്ത് മാത്രമേ ട്രേഡ് ചെയ്യുന്നുള്ളെങ്കിൽ അതവിടെ വെറുതെ നശിച്ചു പോവുകയാണ് ചെയ്യുക. അതേ സമയത്ത് നമ്മളത് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഏത് റിസോഴ്സാണോ അബണ്ടൻ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ളത്, ആ റിസോഴ്സിനെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് അതിലുണ്ടാകുന്ന പ്രോഡക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ രാജ്യത്തിലേക്ക് അതൊരു വരുമാന മാർഗ്ഗമായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ അബണ്ടൻ്റ് റിസോഴ്സുകളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും, അത് പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് അത് എത്തിക്കുകയും ചെയ്ത് അതിലൂടെ വരുമാനം കണ്ടെത്തുക. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ ഡെവലപ്ഡ് കൺട്രി ആക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശവും അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്തിലൂടെ സാധിക്കും, ഈ ഒരു ഇൻ്റർനാഷണൽ ട്രേഡിലൂടെ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഉപഭോക്താക്കൾക്ക്, അതായത് കൺസ്യൂമേഴ്സിന് ഡിഫറെൻറ്റ് ചോയ്സുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ തന്നെ വാങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല. വ്യത്യസ്തങ്ങളായിട്ടുള്ള പുറമേയുള്ള രാജ്യങ്ങളിൽ നിന്ന് അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകൾ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സിൽ അല്ലെങ്കിൽ വൈഡ് വെറൈറ്റി ഓഫ് ചോയ്സസ് അവൈലബിൾ ആണ് കൺസ്യൂമേഴ്സിന്. അപ്പോൾ കൺസ്യൂമേഴ്സിന് ഏത് പ്രോഡക്റ്റുകൾ വേണമെങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക് കൺട്രിയുടെ പ്രോഡക്റ്റുകൾ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിൻ്റെ പ്രോഡക്റ്റുകൾ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇൻ്റർനാഷണൽ ട്രേഡ് സാധ്യമാക്കുന്നത് കൺസ്യൂമേഴ്സിനൊരു വൈഡ് വെറൈറ്റി ചോയ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏത് ചോയ്സ് വേണമെങ്കിലും ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രോഡക്റ്റ് എടുക്കാം, മറ്റു രാജ്യങ്ങളുടെ പ്രോഡക്റ്റ് എടുക്കാം. അങ്ങനെ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നതിന് ഒരു വൈഡ് വെറൈറ്റി ഓഫ് ചോയ്സസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ രാജ്യത്തിനകത്ത് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ വളരെ കുറച്ച് പ്രോഡക്റ്റുകൾ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുള്ളൂ. പക്ഷേ എക്സ്പോർട്ട് കൂടി ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരിക. നമ്മളൊരു കാര്യം കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ തവണ ചെയ്യുമ്പോൾ നമ്മളതിൽ ഓട്ടോമാറ്റിക്കലി എന്താകും, സ്പെഷ്യലൈസ് ചെയ്ത് പോകും. അപ്പോൾ നമ്മുടെ രാജ്യത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്ത് അത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം നമ്മൾ വീണ്ടും ചെയ്യും, എക്സ്പോർട്ട് ചെയ്യാനും കൂടി ചെയ്യുമ്പോൾ അവിടെ കൂടുതലായിട്ട് ചെയ്ത് ഈ കാര്യങ്ങൾ, ഇപ്പോൾ പ്രൊഡക്ഷൻ ആയാലും മറ്റു കാര്യങ്ങളൊക്കെ ആയാലും അതിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. ചില രാജ്യങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി ചില റിസോഴ്സുകൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും. ആ റിസോഴ്സുകളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. അതിലൂടെ ചീപ്പ് റേറ്റിൽ നമുക്ക് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുക, അത് മറ്റു രാജ്യങ്ങൾക്ക് എത്തിച്ച് എക്സ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങൾക്ക് ഉണ്ടാകുന്ന കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്, അതിൻ്റെ ബേസിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ നമ്മുടെ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാനും എന്ത് ചെയ്യും, സാധിക്കും. സോ ഈ കാര്യങ്ങൾക്കൊക്കെ സാധിക്കും. അതുപോലെ തന്നെ എക്കണോമിക്സ് ഓഫ് സ്കെയിലാണ്. എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന ബെനിഫിറ്റിനെയാണ് നമ്മൾ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു 5 യൂണിറ്റ് ഉണ്ടാക്കുന്നതും 50 യൂണിറ്റ് ഉണ്ടാക്കുന്നതും ഡിഫറെൻ്റ് ആയിരിക്കും. 5 യൂണിറ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ കുറവായിരിക്കും 50 യൂണിറ്റ് ഉണ്ടാക്കുന്ന സമയത്ത്. ഒരു യൂണിറ്റിന് വരുന്ന കോസ്റ്റാണ് കേട്ടോ. ടോട്ടൽ കോസ്റ്റ് നോക്കുന്ന സമയത്ത് കൂടുതൽ 50 യൂണിറ്റിന് തന്നെയായിരിക്കും. പക്ഷേ ഈ ഓരോ യൂണിറ്റിനും വരുന്ന കോസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ 50 യൂണിറ്റിനായിരിക്കും നമുക്ക് അവിടെ കുറവായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള, അതായത് കൂടുതലായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു എക്സ്പോർട്ട് നടത്തുമ്പോൾ അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു രാജ്യത്തിനകത്ത് മാത്രം മാർക്കറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് എക്സ്പോർട്ട് കൂടി ഉണ്ടാകുമ്പോൾ അവിടെ നമ്മൾ ധാരാളം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കേണ്ടി വരും. സോ അവിടെ എന്തുണ്ടായിരിക്കും, ആ ഒരു എക്കണോമിക്സ് ഓഫ് സ്കെയിൽ, ധാരാളം ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്കവിടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കവിടെ ഇൻ്റർനാഷണൽ ട്രേഡ് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് ബാലൻസ് ഓഫ് ട്രേഡാണ്. ഈ ഇൻ്റർനാഷണൽ ട്രേഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന 2 കൺസെപ്റ്റുകളാണ് ബാലൻസ് ഓഫ് ട്രേഡും അതേപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റും. എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര വ്യാപാരവുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റാണ് അല്ലെങ്കിൽ ഒരു ആശയമായിട്ടാണ്. ഒരു നിശ്ചിത സമയത്ത് ഒരു രാജ്യം മറ്റ് രാജ്യങ്ങളുമായിട്ട് നടത്തിയിട്ടുള്ള എല്ലാ ഇറക്കുമതികളുടെയും അതേപോലെ തന്നെ കയറ്റുമതിയും വ്യത്യാസത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, എക്സ്പോർട്ട് നടത്തിയതിൻ്റെയും അതേപോലെ തന്നെ ഇമ്പോർട്ട് നടത്തിയതിൻ്റെയും അത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എന്താ പറയുക ഇവിടെ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഓരോ രാജ്യവും അവർ എന്ത് ചെയ്യാറുണ്ട്, അവർ നമ്മുടെ രാജ്യത്തു നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് നടത്താറുണ്ട്, കയറ്റുമതി നടത്താറുണ്ട്. അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്, അവരുടെ പ്രോഡക്റ്റുകൾ ഇങ്ങോട്ട് ഇമ്പോർട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ മോണിറ്ററി ആയിട്ട് വാല്യൂ ചെയ്യും. ഒരിക്കലും പ്രോഡക്റ്റിൻ്റെ എണ്ണമൊന്നും അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഒന്നുമില്ല നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇതിൻ്റെ മോണിറ്ററി വാല്യൂ, പണപരമായിട്ടുള്ള രൂപത്തിൽ, പണത്തിൻ്റെ രൂപത്തിൽ എത്ര എമൗണ്ട് രൂപയുടെയാണ് കയറ്റുമതി ചെയ്തിട്ടുള്ളത്, എത്ര രൂപയുടെയാണ് ഇറക്കുമതി ചെയ്തിട്ടുള്ളത്, ഈ
എമൗണ്ടിൻ്റെ തമ്മിൽ ഈ രണ്ട് എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള എമൗണ്ടുകൾ തമ്മിലുള്ള ആ ഡിഫറൻസിനെയാണ് നമ്മളിവിടെ എന്ത് പറയുന്നത്, ബാലൻസ് ഓഫ് ട്രേഡ് അല്ലെങ്കിൽ BOT എന്നാണ് ഇതിനെ ചുരുക്കി പറയാറുള്ളത്. BOT അല്ലെങ്കിൽ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടാണ്, അല്ലെങ്കിൽ വാല്യൂ ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടാണ്. എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ വാല്യൂവും അതേപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ വാല്യൂവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മളവിടെ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം സാധനങ്ങളും സേവനങ്ങളും കയറ്റി അയക്കാറുണ്ട്, അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടും എന്ത് ചെയ്യാറുണ്ട്, സാധനങ്ങളും സേവനങ്ങളും ഇമ്പോർട്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യാറുണ്ട്. അപ്പോൾ ഇവയുടെ മോണിറ്ററി വാല്യൂ, പണപരമായിട്ടുള്ള വാല്യൂവിൻ്റെ ഡിഫറൻസ് നോക്കുന്ന ആ ഒരു സമയത്ത് എത്രയാണോ ഡിഫറൻസ് വരുന്നത് അതിനെയാണ് നമ്മൾ എന്താ പറയുക, ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ദെൻ ഈ ബാലൻസ് ഓഫ് ട്രേഡ് കണക്കാക്കുന്നത് മോണിറ്ററി അല്ലെങ്കിൽ പണത്തിൻ്റെ രൂപത്തിലാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ ബാലൻസ് ഓഫ് ട്രേഡ് കാണുന്ന സമയത്ത് 3 രീതിയിലുണ്ടാവും. അതായത് എക്സ്പോർട്ടും ഇമ്പോർട്ടും തുല്യമാണെങ്കിൽ നമുക്കവിടെ ഇക്ലിബ്രിയമാണ് എന്ന് പറയാം. അതായത് അവിടെ ഒരു സന്തുലിതാവസ്ഥയുണ്ട്, ബാലൻസ് ഓഫ് ട്രേഡിനകത്ത് സന്തുലിതാവസ്ഥയാണെന്ന് പറയാം, അല്ലെങ്കിൽ ഇക്ലിബ്രിയമാണെന്ന് പറയാം. എപ്പോഴാണ് ഇക്ലിബ്രിയം എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ മോണിറ്ററി വാല്യൂം അതേപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ മോണിറ്ററി വാല്യൂം തുല്യമായിട്ട് വരുന്ന സമയത്താണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു ഇക്ലിബ്രിയം എന്ന് പറയുന്നത്. ബാലൻസ് ഓഫ് ട്രേഡ് ഇക്ലിബ്രിയം എന്നാണ് പറയുക. അവിടെ സർപ്ലസോ ഡെഫിസിറ്റോ ഉണ്ടാകുന്നതില്ല. അതേ സമയത്ത് കയറ്റുമതി കൂടുതലും ഇറക്കുമതി കുറവുമാണെങ്കിൽ ആ ഒരു സമയത്ത് നമുക്കതിനെ പോസിറ്റീവ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് വിളിക്കാം. പോസിറ്റീവ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ നമ്മുടെ രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെ മോണിറ്ററി വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ പണത്തിലുള്ള രൂപവും അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് റെസ്റ്റ് ഓഫ് ദി വേൾഡിൽ നിന്ന് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ പണത്തിൻ്റെ രൂപവും, ഇത് രണ്ടും എടുത്ത് കമ്പയർ ചെയ്യുന്ന സമയത്ത് കയറ്റുമതിയാണ് കൂടുതലെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, പോസിറ്റീവ് ബാലൻസ് ഓഫ് ട്രേഡ് ആണ് എന്ന് പറയാം. അവിടെ നമുക്കൊരു സർപ്ലസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് നമ്മൾ കയറ്റുമതി ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ക്യാഷ് ഫ്ലോ ചെയ്യും, ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മളുടെ ക്യാഷ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ക്യാഷ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് കയറ്റുമതിയാണ് കൂടുതൽ, അല്ലെങ്കിൽ ക്യാഷ് കൂടുതലായിട്ട് ഇങ്ങോട്ടായിരിക്കും ഇൻഫ്ലോ ചെയ്തിട്ടുണ്ടായിരിക്കുക. ബാലൻസ് നോക്കുന്ന സമയത്ത് നമുക്കായിരിക്കും ബെനിഫിറ്റ് ഉണ്ടായിരിക്കുക. സോ ഇങ്ങനെയുള്ള ഒരു ബാലൻസ് ഓഫ് ട്രേഡിനാണ് പോസിറ്റീവ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. അതേ സമയത്ത് നെഗറ്റീവ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ കയറ്റുമതി ചെയ്തതിനേക്കാൾ കൂടുതലായിട്ട് ഇറക്കുമതിയാണ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ നെഗറ്റീവ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുക. ഇവിടെ ഒരു ഡെഫിസിറ്റ് ആയിരിക്കും, കമ്മിയായിരിക്കും വരുന്നത്. അതായത് നമ്മളിപ്പോൾ കൂടുതലായിട്ട് ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ നിന്ന് ഒരുപാട് ക്യാഷ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അതേസമയത്ത് നമ്മുടെ കയറ്റുമതി കുറവാണെങ്കിൽ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാഷ് ഫ്ലോ നോക്കുന്ന സമയത്ത് നമുക്ക് ഡെഫിസിറ്റ് കമ്മിയാണ് വരുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, ഒരു നെഗറ്റീവ് ബാലൻസ് ഓഫ് ട്രേഡ് ആണ് എന്ന് പറയാം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോസിറ്റീവായിട്ടുള്ള ബാലൻസ് ഓഫ് ട്രേഡും ഉണ്ട്, നെഗറ്റീവായിട്ടുള്ള ബാലൻസ് ഓഫ് ട്രേഡും ഉണ്ട്. കയറ്റുമതി കൂടുകയാണെങ്കിൽ അത് പോസിറ്റീവാണ്, അതേസമയത്ത് ഇറക്കുമതിയാണ് കൂടുന്നതെങ്കിൽ അതൊരു നെഗറ്റീവ് ബാലൻസ് ഓഫ് ട്രേഡാണ്. ഇനി രണ്ടും തുല്യമായിട്ട് വരികയാണെങ്കിൽ അതെന്താണ്, ഇക്വിലിബ്രിയം ബാലൻസ് ഓഫ് ട്രേഡാണ്. ദെൻ അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു കൺസെപ്റ്റാണ് ഇതിനകത്ത് വരുന്ന ഈ ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ മറ്റൊരു കൺസെപ്റ്റാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനകത്ത് യഥാർത്ഥത്തിൽ ബാലൻസ് ഓഫ് ട്രേഡിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. അതായത് അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ബാലൻസ് ഓഫ് ട്രേഡ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് പറയാം. BOPക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് BOT എന്ന് പറയുന്നത്, അതായത് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. അതായത് ഒരു നിശ്ചിത സമയത്ത് മറ്റു രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസിന് പുറമെ ചിലപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസാക്ഷൻ നടത്താറുണ്ട്, എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമ്മൾ വിത്തൗട്ട് കൺസിഡറേഷൻ നമ്മൾ ക്യാഷ് കൊടുക്കുമ്പോൾ സ്കോളർഷിപ്പായിട്ടോ അല്ലെങ്കിൽ മറ്റു രൂപത്തിലൊക്കെ ഗിഫ്റ്റ് ആയിക്കൊണ്ടൊക്കെ അങ്ങോട്ട് പണം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടും ഗിഫ്റ്റുകൾ കിട്ടാറുണ്ട്, അതുപോലെ തന്നെ സ്കോളർഷിപ്പുകൾ കിട്ടാറുണ്ട്. അപ്പോൾ ഈ ഒരു രാജ്യത്തിനകത്ത് നടക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കച്ചവടം ഒഴികെ അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസാക്ഷൻ ഒഴികെയല്ല, അതടക്കം ബാക്കി എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ ഇവിടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ അവിടെ വരുന്നത് എന്താ വെച്ചാൽ ബാലൻസ് ഓഫ് ട്രേഡ് ഈ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസുകളും എഴുതും, അതിന് പുറമെ നമ്മൾ എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതില്ലെങ്കിൽ ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ എന്തെങ്കിലും എമൗണ്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും സിസ്റ്റമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഇതിനകത്ത് മറ്റു രാജ്യങ്ങൾ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള എല്ലാ എക്കണോമിക്
ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ ഇടപാടുകളും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിനെയാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാലൻസ് ഓഫ് ട്രേഡിനകത്ത് ആകെ സാധനങ്ങളും സേവനങ്ങളും കയറ്റുമതി ചെയ്യും, ഇറക്കുമതി ചെയ്യും, അതിൻ്റെ ആ ഒരു എമൗണ്ടുകളും അതിൻ്റെ ബാലൻസ് മാത്രമേ ബാലൻസ് ഓഫ് ട്രേഡിനകത്ത് വരുന്നുള്ളൂ. അതേ സമയത്ത് ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ആണെങ്കിൽ ബാലൻസ് ഓഫ് ട്രേഡിനകത്തുള്ള ഓൾറെഡി ഉള്ള ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഇമ്പോർട്ടും എക്സ്പോർട്ടും വരുന്നുണ്ട്. അതിന് പുറമെ മറ്റു കാര്യങ്ങൾ നമ്മൾ അതല്ലാതെ യൂണിലാറ്ററൽ പേയ്മെൻ്റ് എന്നൊക്കെ പറയാറുണ്ട്. അതായത് എന്ത് ചെയ്യാണ്, നമ്മൾ സ്കോളർഷിപ്പ് ആയിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ സബ്സിഡി ആയിക്കൊണ്ടോ മറ്റു രീതിയിലൊക്കെ എന്ത് ചെയ്യാണ്, അങ്ങോട്ട് ക്യാഷ് കൊടുക്കുക അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യും, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനകത്ത് എഴുതി വെക്കും. ഒരു രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങൾ, അതായത് റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകൾ മറ്റു രാജ്യങ്ങളുമായിട്ട് നടത്തുന്ന എല്ലാത്തരം വ്യാപാരങ്ങളും സാമ്പത്തിക ഇടപാടുകളും സിസ്റ്റമാറ്റിക്കായിട്ട് രേഖപ്പെടുത്തലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു നിശ്ചിത സമയത്ത് ഒരു രാജ്യത്തെ നിവാസികൾ എന്ത് ചെയ്യുകയാണ്, മറ്റു രാജ്യങ്ങളുമായിട്ട് കൈമാറ്റം ചെയ്തിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും പ്രതിഫലങ്ങളും പണമില്ലാതെ ചെയ്യുന്ന മറ്റു കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ സാധനങ്ങളും സേവനങ്ങളും നമ്മൾ BOTയിൽ പറഞ്ഞിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതിന് പുറമെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് ആയിക്കൊണ്ട് പ്രതിഫലമായിട്ട് കൊടുത്തത് അല്ലെങ്കിൽ പണമില്ലാതെ ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ പണത്തിൻ്റെ വിത്തൗട്ട് കൺസിഡറേഷൻ മറ്റു കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യാതെ തന്നെ നമ്മൾ ചിലപ്പോൾ പേയ്മെൻറ്റുകളൊക്കെ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ സബ്സിഡിയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുക. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഒരു രാജ്യത്തെ നിവാസികൾ, അതായത് റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകൾ മറ്റു രാജ്യങ്ങളിലേക്കും അവിടെ നിന്ന് തിരിച്ചും ഒഴുകുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ, സമ്മാനങ്ങൾ അല്ലെങ്കിൽ ആസ്തികൾ, ഇവയൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഒരു രാജ്യത്തിനകത്ത് നിന്ന് അങ്ങോട്ട് പോകുന്നതും അതേപോലെ തന്നെ അവിടുന്ന് ഔട്ട്ഫ്ലോ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഇൻഫ്ലോ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒഴുകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഔട്ട്ഫ്ലോയും ഇൻഫ്ലോയുടെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധനങ്ങൾ പോകുന്നുണ്ട്, സേവനങ്ങൾ പോകുന്നുണ്ട്, സമ്മാനങ്ങൾ പോകുന്നുണ്ട്, ആസ്തികൾ പോകുന്നുണ്ട്, ഇവയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതേസമയത്ത് ബാലൻസ് ഓഫ് ട്രേഡിനകത്ത് ആകെയുള്ളത് കാര്യം എന്ത് മാത്രമേ ഉള്ളായിരുന്നു, നമ്മളവിടെ ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും മാത്രമേ ബാലൻസ് ഓഫ് ട്രേഡിനകത്തുള്ളായിരുന്നു. പക്ഷേ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള കച്ചവടത്തിനകത്ത്, വ്യാപാരത്തിനകത്ത് എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയാം. ഇനി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് നമ്മൾ എഴുതി വെക്കുന്ന സമയത്ത് അവിടെ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് വണ്ണാണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന ആശയത്തിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട്. അതായത് ഈ BOPക്കകത്ത് അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനകത്ത് ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട്. ഈ കറണ്ട് അക്കൗണ്ടിനകത്ത് കാര്യമായിട്ട് എഴുതി വെക്കുന്നത് കാണാൻ സാധിക്കുന്നതും അല്ലെങ്കിൽ വിസിബിൾ ആയിട്ടുള്ളതും അതേപോലെ തന്നെ നോൺ വിസിബിൾ ആയിട്ടുള്ള എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസും എഴുതി വെക്കുന്നതിനുള്ള ഒരു അക്കൗണ്ടിനെയാണ് നമ്മൾ എന്താ പറയുക, ഈ കറണ്ട് അക്കൗണ്ട് എന്ന് പറയുക. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനകത്ത് കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിബിൾ ആയിട്ടുള്ളതും അതേപോലെ തന്നെ നോൺ വിസിബിൾ ആയിട്ടുള്ളതും. വിസിബിൾ മീൻസ് കാണാൻ പറ്റുന്ന എന്നുള്ള മീനിങ് ആണ്. അതായത് ഗുഡ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. നോൺ വിസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിസിബിൾ ആയിട്ടുള്ളതും നോൺ വിസിബിൾ ആയിട്ടുള്ള എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസിനെയും അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നതും അതേപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതും അത് എഴുതി വെക്കാനുള്ള ഒരു അക്കൗണ്ടിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ കറണ്ട് അക്കൗണ്ടിൽ ഗുഡ്സ് ആൻഡ് സർവീസിന് പുറമെ മറ്റു രാജ്യങ്ങളിൽ നിൽക്കുന്ന സമ്മാനങ്ങൾ, സ്കോളർഷിപ്പുകൾ തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും ക്യാഷായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സമ്മാനമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഡിവിഡൻഡോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കറണ്ട് അക്കൗണ്ടിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താം. അതായത് പറഞ്ഞു വരുന്ന ഗുഡ്സ് ആൻഡ് സർവീസുകളും എഴുതി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് പുറമെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടുന്ന് നമുക്ക് മറ്റു രീതിയിൽ എന്തെങ്കിലും ക്യാഷായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എഴുതി വെക്കുന്നുണ്ട്. ദെൻ അതിന് പുറമെ നമ്മളവിടെ വിദേശ ഫോറിൻ കൺട്രീസിൽ അവിടെ എന്ത് ചെയ്യുകയാണ്, കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒന്നുകിൽ ഡിവിഡൻഡ് കിട്ടും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് കിട്ടും. ഇത് നമ്മൾ എഴുതി വെക്കും. അതേപോലെ തന്നെ തിരിച്ചും ഇവിടെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഗുഡ്സ് ആൻഡ് സർവീസുകൾ എഴുതി വെക്കുന്നുണ്ട്. അതിന് പുറമെ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റുകളോ അല്ലെങ്കിൽ എന്ത് ചെയ്യുകയാണ്, ഗിഫ്റ്റോ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് അതുപോലെ സബ്സിഡി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും അതിനകത്ത് എഴുതി വെക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, നമ്മുടെ രാജ്യത്ത് ഫോറിനേഴ്സ് നമ്മുടെ രാജ്യത്ത് ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അവർ കൊണ്ടുപോകുന്ന
ആ ഒരു ഡിവിഡൻഡ് കൂടി എന്ത് ചെയ്യുന്നുണ്ട് അതിനകത്ത് എഴുതി വെക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കറണ്ട് അക്കൗണ്ടിനകത്ത് പ്രധാനമായിട്ടും എഴുതി വെക്കുന്നത്. അതേപോലെ തന്നെയുള്ള മറ്റൊരു അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ആയിട്ടുള്ള ഷോർട്ട് ടേം ആയിട്ടുള്ള അല്ലെങ്കിൽ ഹ്രസ്വകാല അല്ലെങ്കിൽ ദീർഘകാലത്തേക്കുള്ള ക്യാപിറ്റലുകൾ മൂലധനങ്ങൾ എന്ത് ചെയ്യുകയാണ് കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ടിനെയാണ് നമ്മൾ എന്താ പറയുക ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുക. ഇതിനകത്ത് പ്രധാനമായിട്ടും രേഖപ്പെടുത്തി വെക്കുന്ന എന്തൊക്കെ മൂലധനങ്ങളാണ് നമ്മൾ അങ്ങോട്ട് കൈമാറ്റം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് എന്തൊക്കെയാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്, അതേപോലെ തന്നെ ഇവിടെ നിന്ന് എന്തൊക്കെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് നടത്തിയിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുന്നതിനുള്ള ഒരു അക്കൗണ്ടിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയാം. ഹ്രസ്വകാലത്തേക്കും അതേപോലെ തന്നെ ദീർഘകാലത്തേക്കുള്ള മൂലധന നിക്ഷേപങ്ങൾ രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടിയിട്ട് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഉപയോഗിക്കുന്ന അക്കൗണ്ടിനെയാണ് നമ്മൾ എന്താ പറയുക ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുക. ഇതിൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ക്യാഷ് മാത്രമല്ല, അവിടെ ലോങ് ടേം അസറ്റുകൾ അല്ലെങ്കിൽ ഫിക്സ്ഡ് അസറ്റുകൾ എന്ത് ചെയ്യുന്നത് യന്ത്ര സാമഗ്രികൾ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതായത് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് അവിടെ നിന്ന് തിരിച്ചും ഒഴുകുന്ന മൂലധനങ്ങളും യന്ത്ര സാമഗ്രികളും രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടിനെയാണ് നമ്മൾ എന്താ പറയുക ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇതിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞു ഇൻ്റർനാഷണൽ ട്രേഡ് എന്തിനാണ് എന്നുള്ളത് പറഞ്ഞു.